ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. രണ്ട് തരം കോമ്പിനേഷനിലാണ് മാംഗോ സ്മൂത്തി തയ്യാറാക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത 2 മാങ്ങയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. സ്മൂത്തായിട്ടുള്ള മാംഗോ പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ഈ ഗ്ലാസിൻ്റെ പകുതി വരെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് സമയം ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ബാക്കിയുള്ള ജ്യൂസിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണിത്. അതിനുശേഷം 1/2 കപ്പ് പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഗ്ലാസ് എടുത്തിട്ട് അതിന് മുകളിലേക്ക് സ്മൂത്തി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്ലാസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് ടൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ ചെറീസ് അല്ലെങ്കിൽ ആൽമണ്ട് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വേറൊരു കോമ്പിനേഷനിൽ എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതും ആദ്യം പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്ത സ്മൂത്തിയാണ്. അതിന് മുകളിലേക്ക് ഞാനൊരു ലെയറായിട്ട് ചെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്കിങ്ങനെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഫില്ല് ചെയ്യുക. അതിന് മുകളിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചെറീസോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.